ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു പപ്പായ തോരൻ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വലിയ പീസാക്കി നമ്മളെടുത്ത് ഈ കണ്ടെയ്നറിലിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. എല്ലാ പീസും നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഒരു സ്പൂണ് അരി കൂടി നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ ചോറ് വെക്കുന്ന കുത്തരിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടത്. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത പപ്പായ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പും ചേർത്ത് ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും ചേർത്ത പപ്പായ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് തട്ടിപ്പൊത്തി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ അരപ്പിനാവശ്യമായ ചിരകിയ തേങ്ങ, ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ജീരകം ഇവ നന്നായിട്ട് ചതച്ച് നമ്മളെ ഈ വെന്ത് വന്ന പപ്പായയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവിയിൽ അരപ്പിൻ്റെ പച്ചച്ചവയെല്ലാം മാറി നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മോര് കാച്ചിയതും കൂടി ഉണ്ടാക്കിയെടുക്കാം. തൈര് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുകും പൊട്ടി അതിലേക്ക് നമ്മൾ ചെറുതായി എരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, 2-3 കാന്താരി, ലേശം ചെറിയ ജീരകം ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇവയെല്ലാം നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്ത തൈര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മോര് കറിയും റെഡി ആയിട്ടുണ്ട്. കറികളെല്ലാം റെഡിയായി. ഇനി നമുക്ക് ഊണ് കഴിച്ചാലോ? നല്ല ചൂടോടെ നമ്മൾ ചോറെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളകിട്ട് വെച്ചാൽ നമ്മുടെ കിളിമീൻ കറി, പപ്പായ തോരൻ, പിന്നെ നമ്മുടെ മോര് കാച്ചിയത്, പിന്നെ നമുക്ക് വെണ്ടയ്ക്ക ഉപ്പേരി ആക്കിയതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും പുതിയ വിശേഷങ്ങളും റെസിപ്പികളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ